BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. Hedge Wealth Management Services. Mr. Butler Soda Maker. Add happiness to water. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. ഏറ്റവും പുതിയ ഡിസൈനർ കുർത്തികളുടെ വൻ ശേഖരവുമായി ശില്പ ഡിസൈൻസ്, മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം, തൊടുപുഴ. ഡോക്ടർ സാർ, കേട്ടല്ലോ കുഷ്ഠത്തിന് ചികിത്സ സാധ്യമാണെന്ന്. പക്ഷെ ഇതിന്റെ ലക്ഷണം എന്താ? നേർത്തതോ ചുവന്നതോ ചെമ്പ് നിറത്തിലുള്ളതോ ആയ മരവിപ്പ്, പാട്, തടിപ്പ്. MDT കുഷ്ഠത്തിന്റെ സുനിശ്ചിത ചികിത്സയാണ്. തുടക്കത്തിലെ പൂർണ്ണ ചികിത്സ ചെയ്യിച്ചാൽ വികലാംഗതയിൽ നിന്ന് രക്ഷപ്പെടാം. ഇതിന്റെ ചികിത്സ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗജന്യമായി ലഭ്യമാണ്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൌസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം ആരംഭിച്ചു. വെള്ളിയാഴ്ച പിതൃതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മലങ്കര ഡാമിൽ നിന്നും കനാൽ വഴി അധിക ജലം തുറന്നുവിട്ടത് സമീപവാസികളിൽ പരിഭ്രാന്തി പരത്തി. ഈ കഴിഞ്ഞ ദിവസമാണ് കനാൽ വഴി സാധാരണയിലും കവിഞ്ഞ് ജലം ഒഴുക്കിവിട്ടത്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് സമീപമുള്ള ഡിവൈഡർ അപകട ഭീഷണി ഉയർത്തുന്നു. ഡിവൈഡറിൽ സൂചനാ മുന്നറിയിപ്പില്ലാത്തതിനെ തുടർന്ന് രാത്രിയിൽ കാർ യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു. കുടിവെള്ള പദ്ധതിക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വൈദ്യുതി ബോർഡ് അനാസ്ഥ കാണിച്ചു. പഞ്ചായത്ത് മെമ്പർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ഷിജോ തടത്തിലാണ് പ്രതിഷേധിച്ചത്. തട്ടാരത്തട്ട സെന്റ് പീറ്റേഴ്സ് UP സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്കൂൾ വാർഷികാഘോഷവും നടത്തി. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ കാവടി ഘോഷയാത്ര നടന്നു. കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം, മുതലയാർമട മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഘോഷയാത്ര തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷം ഒന്നായി തിരികെ ക്ഷേത്രങ്ങളിൽ സമാപിക്കുകയായിരുന്നു. ഒരു ശൂലത്തിൽ 10ഓളം ഭക്തർ അണിനിരന്നത് വ്യത്യസ്ത അനുഭവമായിരുന്നു. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാർ, കാവടി, വാദ്യമേളങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. കാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ശനിയാഴ്ച പുലർച്ചെ മുതൽ പിതൃതർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു.
ആയുർവേദ ചികിത്സയിൽ വിശ്വാസമർപ്പിച്ച വിദേശ ദമ്പതികൾ വീണ്ടും എത്തി. പാരാലിസിസ് ബാധിച്ച മകളുടെ ചികിത്സയ്ക്കായാണ് ഹംഗറി സ്വദേശികളായ ദമ്പതികൾ ഇടുക്കി ആയുർവേദ ആശുപത്രിയിൽ എത്തിയത്. 1 വർഷം മുൻപാണ് ജന്മന പാരാലിസിസ് ബാധിച്ച് മകൾ മാർക്കൂസ് വിക്ടോറിയയുമായി ഇമ്ര മാർക്കൂസും ഭാര്യ സൂസന്ന ജീനസും ഇടുക്കിയിലെത്തിയത്. ചലിക്കുവാൻ പോലും സാധിക്കാത്ത കുഞ്ഞ് 1 മാസത്തെ ചികിത്സയിലൂടെ പ്രതികരിച്ചു തുടങ്ങി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. തുടർന്ന് 1 വർഷത്തേക്കുള്ള മരുന്നും ചികിത്സാവിധികളും നിർദ്ദേശം നൽകിയായിരുന്നു ദമ്പതികളെയും കുട്ടിയെയും മടക്കി അയച്ചത്. ഈ കാലയളവിൽ വലിയ മാറ്റം ഉണ്ടായതോടെയാണ് തുടർ ചികിത്സയ്ക്കായി ഇവർ കുട്ടിയുമൊത്ത് മടങ്ങി വന്നത്. ആയുർവേദ ചികിത്സയിലൂടെ കുഞ്ഞ് വിക്ടോറിയ വളരെ ഉന്മേഷവതിയായെന്ന് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. She had a stroke 1 week old and she can't move. That's why they come here 6 months ago. And this is the second session from Ayurveda. And she can move much more. And she can hold her head. And she keep contact with outside. And she trying to speak and smiling. And that's it. ഇടുക്കിയിലെ കാലാവസ്ഥ പോലും രോഗം മാറുന്നതിന് സഹായമാകുന്നതായി ഡോക്ടർ സുരേഷ് പറയുന്നു. ആയുർവേദ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ധാരാളം വിദേശത്തു നിന്ന് ഉൾപ്പെടെയുള്ള രോഗികൾ ഇവിടെ ചികിത്സയ്ക്ക് എത്താറുണ്ട്. ഒരുപക്ഷെ ഇവിടുത്തെ മികച്ച കാലാവസ്ഥയും ചികിത്സയുടെ ഒരു ഗുണവും ഒക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കാം വരുന്നത്. കഴിഞ്ഞ 2016 എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 10ഓളം വിദേശികൾ ഇവിടെ ചികിത്സ തേടിയെത്തിയിട്ടുണ്ട്. ചില രോഗികൾ ഇവിടെ കിടന്ന് ചികിത്സിക്കുകയും ചിലർ വന്ന് പോകുന്ന OP ചികിത്സ എന്ന് പറയും, OP ട്രീറ്റ്മെൻറ്റ് വന്ന് പോയിട്ടുള്ള ചികിത്സ എടുത്തിട്ടുണ്ട്. ഇതിനോടകം നിരവധി വിദേശികളും ഇതര സംസ്ഥാനത്തുള്ളവരും ആയുർവേദ ചികിത്സ തേടി പാറമേവായിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ശശിശങ്കർ, തെറാപ്പിസ്റ്റ് സുചിത്ര എന്നിവരും ചികിത്സയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുടിവെള്ള പദ്ധതിക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വൈദ്യുതി ബോർഡ് അനാസ്ഥ കാണിച്ചു. പഞ്ചായത്ത് മെമ്പർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ ഷിജോ തടത്തിലാണ് വഞ്ചിക്കവലയിൽ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. മണിയാറൻകുടി അവധിക്കുന്ന് കുടിവെള്ള പദ്ധതിക്കായി പഞ്ചായത്ത് 3 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് 2 പോസ്റ്റുകൾ വേണ്ടി വന്നതിനാൽ തുക കൂടുതൽ വേണ്ടിവരും. ഇതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ലഭിക്കുന്നതിനായി മെമ്പർ ഒരാഴ്ചയായി KSEB ഓഫീസിൽ കയറിയിറങ്ങിയാണ്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഏറ്റവും കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ഒരു മേഖലയാണ് മണിയാറൻകുടി അവധിക്കുന്ന് മേഖല. അവിടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് 3 ലക്ഷം രൂപ അനുവദിക്കുകയും അതുപ്രകാരം അതിന്റെ ജോലികൾ പൂർത്തീകരിച്ചു വരികയാണ്. അപ്പോൾ 2 പോസ്റ്റുകൾ കൂടി ഇടണം എന്ന് പറഞ്ഞപ്പോൾ അതിന് കൂടുതൽ പണം ആവശ്യമായി വരും എന്ന് എയുടെ നിർദ്ദേശത്തെ തുടർന്ന് അതിന് എത്ര രൂപ വേണ്ടി വരും എന്നറിയുന്നതിന് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന അപേക്ഷ കൊടുത്തപ്പോൾ ഒരാവശ്യവുമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അത് നിരസിച്ച് വീണ്ടും അപേക്ഷകൾ മേടിച്ച് ഇന്ന് വീണ്ടും വന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞത് തിങ്കളാഴ്ച വന്നാൽ നമുക്ക് പോയി നോക്കാം എന്നുള്ളതാണ് പറഞ്ഞത്. ഇതിന്റെ എസ്റ്റിമേറ്റ് കിട്ടിയതിന് ശേഷം വേണം ഇനി പുതിയതായിട്ട് ഇതിന് കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ കമ്മിറ്റി പുതിയതായി ഒരു തീരുമാനമെടുത്ത് അതിന് അംഗീകാരം മേടിച്ച് വേണം ഇത് ചെയ്യാൻ. അതിൻ്റെതായ കാലതാമസം വരും. ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അതിനുള്ള ഇപ്പോൾ സമയമില്ല, ഇപ്പോൾ ഏതാണെങ്കിലും വരാൻ സാധിക്കുകയില്ല എന്നുള്ള നിഷേധാത്മകമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയച്ചു. ഇതേ തുടർന്ന് ഇന്നലെ വീണ്ടും വന്നപ്പോൾ തിങ്കളാഴ്ച വരുവാൻ പറഞ്ഞ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇന്ദുജ ഒഴിഞ്ഞു മാറിയതോടുകൂടിയാണ് മെമ്പർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. തുടർന്ന് ഇടുക്കി പോലീസും പഞ്ചായത്ത് പ്രസിഡന്റും അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി പല പ്രാവശ്യം ചർച്ച നടത്തിയതോടുകൂടി ഇന്നലെ തന്നെ സ്ഥലം സന്ദർശിച്ച് എസ്റ്റിമേറ്റ് എടുത്തതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സാഹിത്യ, സാമൂഹിക, സാംസ്കാരിക, ട്രേഡ് യൂണിയൻ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന രാജേന്ദ്രൻ പോത്തനാശ്ശേരി സർക്കാർ സർവീസിൽ നിന്നും ഫെബ്രുവരി 28-ന് വിരമിക്കും. ഇതിനോടനുബന്ധിച്ച് ഹൈറേഞ്ച് മാളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK ഷീല, ഉദ്യോഗസ്ഥരായ ആന്റണി, ജോസ്, സൂബി പോൾ, ഹാഷിം, മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് N ചന്ദ്രൻ, AR നാരായണൻ, ബാബു ഇരുമല തുടങ്ങി നിരവധി ആളുകൾ ആശംസകൾ നേർന്നു. തൊടുപുഴ മേഖലയിൽ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി പേരും സംഗമത്തിൽ പങ്കെടുത്തു. ഈ കടലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഈ ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഈ ചുരുക്കി എല്ലാവർക്കും പറയാനുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം ഓപ്പറേറ്റീവ് നട്ടിലെ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഈ ഓപ്പറേറ്റർ തസ്തിക എന്ന് പറയുന്നത്. അത് അനുഭവത്തിൽ
മെയിൻ്റെനൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ഇവരുടെ വാട്ടർ അതോറിറ്റി മൂവാറ്റുപുഴ സബ് ഡിവിഷന് കീഴിലുള്ള വാഴക്കുളം സെക്ഷനിലെ ഇലക്ട്രിക്കൽ കം മെക്കാനിക്കൽ സൂപ്പർവൈസറായാണ് വിരമിക്കുന്നത്. 1982 സർക്കാർ വകുപ്പായ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തൊടുപുഴ സെക്ഷനിലെ ഓപ്പറേറ്ററായാണ് ജോലിയിൽ പ്രവേശിച്ചത്. വലുതും ചെറുതുമായ തൊടുപുഴ മേഖലയിലെ വിവിധ ശുദ്ധജല വിതരണ പദ്ധതികളിലും ഓപ്പറേറ്ററായി ജോലി ചെയ്തിട്ടുണ്ട്. 1961 പടിഞ്ഞാറെ കൊടിക്കുളത്ത് PK ഈശ്വരൻ ലക്ഷ്മി ദമ്പതികളുടെ മകനായി ജനിച്ചു. പടിഞ്ഞാറെ കൊടിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ, തൊടുപുഴ ന്യൂമാൻ കോളേജ്, ചവറ ITI, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. വായനയിലും എഴുത്തിലും പ്രസംഗത്തിലും വിവിധ സംഘടനാ പ്രവർത്തനങ്ങളിലും ജോലിയോടൊപ്പം സജീവമായി പ്രവർത്തിച്ചു. നിരവധി ലേഖനങ്ങളും ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭാര്യ രേഖ, സുകന്യ, അപർണ എന്നിവരാണ് മക്കൾ. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മറുപടി പ്രസംഗത്തിൽ രാജേന്ദ്രൻ പോത്തനാശ്ശേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഡിവൈഡറിൽ സൂചനാ മുന്നറിയിപ്പ് ഇല്ലാത്തതിനെ തുടർന്ന് രാത്രിയിൽ കാർ യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് സമീപമുള്ള ഡിവൈഡർ അപകട ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റ 6 മാസം കഴിഞ്ഞപ്പോൾ ഡിവൈഡറിൽ ഒരു ലോറി കയറി അപകടമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് PWD ഇവിടെ സൂചനാ ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും സൂചനാ ബോർഡ് തുരുമ്പെടുത്ത് നശിച്ചു. പിന്നീട് ഈ ഭാഗം അപകടാവസ്ഥയിലാണ്. വ്യാഴാഴ്ച രാത്രിയിൽ അപകടത്തിൽപ്പെട്ട കാറിലെ യാത്രക്കാർ എതിർവശത്തു നിന്നുള്ള വാഹനങ്ങൾ ലൈറ്റ് ഡിം ചെയ്യാത്തതുമൂലം ഡിവൈഡർ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇതാണ് അപകടത്തിന് കാരണമായത്. ഇനി ഏതെങ്കിലും PWD ഉദ്യോഗസ്ഥന്റെയോ വേണ്ടപ്പെട്ടവരുടെയോ വാഹനം ഡിവൈഡറിൽ കയറിയാലേ സൂചനാ ബോർഡ് സ്ഥാപിക്കുവാൻ സാധ്യതയുള്ളൂ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുനിയറ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ആറാട്ട് മഹോത്സവം നടന്നു. കാവടി, കുംഭകുട ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ട് താലപ്പൊലി ഘോഷയാത്രയും നടന്നു. കമ്പിളികണ്ഠം നടരാജ കലാക്ഷേത്ര അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, ഊലിക്കൽ കളരിസംഘത്തിന്റെ കളരിപ്പയറ്റ്, പാലാ കമ്മ്യൂണിക്കേഷന്റെ നാടകം എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ VK സുരേന്ദ്രൻ, NB അനിൽകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 6 മുതൽ ശിവരാത്രി ബലിതർപ്പണം നടക്കും. കാഞ്ഞാറിൽ ശിവരാത്രിയുടെ ഭാഗമായി ഇളനീർ ഘോഷയാത്ര നടത്തി. കുടയത്തൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഭക്തിനിർഭരമായ ഇളനീർ ഘോഷയാത്ര കാഞ്ഞാർ ടൗൺ ചുറ്റി മഹാദേവ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സമാപിച്ചു. തുടർന്ന് ഇളനീർ അഭിഷേകവും നടന്നു. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ K സോമൻ, വൈസ് പ്രസിഡന്റ് TR തമ്പി, സെക്രട്ടറി മോഹനൻ, യൂണിയൻ കൌൺസിലർ K വിജയൻ, ദേവസ്വം രക്ഷാധികാരി TN രാജൻ, മാനേജർ KP സത്യദേവൻ, സെക്രട്ടറി PK വിജയൻ, തന്ത്രി MN ഗോപാലൻ, മേൽശാന്തി KM മഹേഷ്, PK ജയനാർദ്ദനൻ ശാന്തി എന്നിവർ നേതൃത്വം നൽകി.
കാരിക്കോട് അണ്ണാമലനാഥർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് നന്ദിപൂജ, പാലഭിഷേകം, കരിക്കഭിഷേകം എന്നിവ നടന്നു. സമീപത്തെ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും അഭിഷേകകുടവുമായി ഘോഷയാത്രയായാണ് ഭക്തജനങ്ങൾ അണ്ണാമലനാഥർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയത്. ഇന്ന് ഇന്ത്യ ഒട്ടാകെ മഹാശിവരാത്രി ആഘോഷിക്കുകയാണ്. നമ്മുടെ തൊടുവഴിയിലും എല്ലാ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലും ഇന്ന് ശിവരാത്രി വളരെ വിപുലമായ രീതിയിൽ കൊണ്ടാടുന്ന സമയത്ത് ഈ അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിൽ ഉള്ള ഒരു പ്രത്യേകത, ഇതേ ദിവസമാണ് ഇവിടെ 108 കുടത്തിൻ്റെ മഹാക്ഷീരധാര നടത്തുന്നത്. അതുപോലെ തന്നെ ഇളനീർ അഭിഷേകവും. ഒരേ ഒരു നമ്മുടെ ഇവിടെ ഒരു നന്ദി ഏറ്റുള്ളത് ഒരേ ഒരു ക്ഷേത്രമാണ്. നമ്മുടെ ഇവിടെ നന്ദിയെ കാണാം. അതുപോലെ തന്നെ ശിവൻ പാർവതി സമേതനായി മക്കളായ മുരുകനോടും ഗണപതിയുടെ കൂടെ ഒരേ ശിലാപീഠത്തിൽ ഇരിക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രം. പണിക്കൻകുടി സെന്റ് മത്യാസ് CSI പള്ളിയിൽ പ്രതിഷ്ഠാദിന പെരുന്നാൾ നടന്നു. CSI മുൻ മോഡറേറ്റർ റവറൻ ഡോക്ടർ KG സാമുവൽ തിരുമേനിക്ക് സ്വീകരണം നൽകി. തിരുപ്രദക്ഷിണം, സമർപ്പണം, സ്നേഹവിരുന്ന് എന്നീ ചടങ്ങുകൾ നടന്നു. ഇടവക വികാരി റവറൻ KD സാം, സഭാപ്രവർത്തകരായ KG ജേക്കബ്, KM ജോർജ്, അനീഷ് P ജോയി എന്നിവർ നേതൃത്വം നൽകി. മലങ്കര ഡാമിൽ നിന്നും കനാൽ വഴി അധിക ജലം തുറന്നുവിട്ടത് സമീപവാസികളിൽ പരിഭ്രാന്തി പരത്തി. ഈ കഴിഞ്ഞ ദിവസമാണ് കനാൽ വഴി സാധാരണയിലും കവിഞ്ഞ് ജലം ഒഴുക്കിവിട്ടത്. കഴിഞ്ഞ വർഷം കോലാനി പഞ്ചവടിപ്പാലം ഭാഗത്ത് കനാൽ ബണ്ട് കൂടുതൽ ജലം തുറന്നുവിട്ടത് മൂലം ഇടിഞ്ഞുപോയിരുന്നു. കനാൽ നിർമ്മാണത്തിന് ശേഷം ഇറിഗേഷൻ വകുപ്പ് യാതൊരുവിധ പരിശോധനയോ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തുകയോ ചെയ്തിട്ടില്ല. കനാലിന്റെ ഇരുകരകളിലുമുള്ള പല ഭാഗങ്ങളും ദുർബലാവസ്ഥയിലാണ്. വേനലാവുമ്പോൾ കനാലിൽ വളർന്നു വരുന്ന പാഴ്ചെടികൾ വെട്ടിമാറ്റുകയും സിമന്റ് വെള്ളം കലക്കി കോൺക്രീറ്റ് അടർന്ന ഭാഗങ്ങളിൽ ബ്രഷ് ചെയ്യുകയുമാണ് പതിവ്. ഇതിനായി ലക്ഷക്കണക്കിന് രൂപയാണ് വകുപ്പ് തലത്തിൽ ചിലവഴിക്കുന്നത്. എന്നാൽ കനാലിന്റെ മെയിൻ്റനൻസിന് പകരം ഉദ്യോഗസ്ഥരുടെ മെയിൻ്റനൻസ് ആണ് കൂടുതലായി നടക്കുന്നത്. കനാലിന്റെ പല ഭാഗങ്ങളിലും വെള്ളം ചോരുന്നതും കാണാം. വെള്ളം ഒഴുക്കിവിടുന്ന രീതി കണ്ടാൽ ഇന്ന് തന്നെ ഡാമിലെ വെള്ളം തീർക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 2 ദിവസമായി
ഈ കനാലിൽ കൂടെ വെള്ളം ഭയങ്കരമായ ശക്തിയെ തുറന്നുവിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സംരക്ഷണ ഭിത്തിക്കൊന്നും അത്ര ബലവും പോരാ. ഈ തോട്ടിലേക്ക് ചാടുന്ന വെള്ളം ശക്തമായി വന്ന് ചാടുന്നുണ്ട്. ഇതിൻ്റെ സംരക്ഷണ ഭിത്തിയൊക്കെ വിണ്ട് കീറിയിരിക്കുന്നതാണ് കാലപ്പഴക്കത്താൽ. ഇതിനൊന്നും പാച്ചുകൾക്കൊന്നും ചെയ്യാതെയോ മുന്നറിയിപ്പില്ലാതാണ് ഇത്രയും ശക്തിയായി വെള്ളം തുറന്നുവിട്ടത്. വെള്ളം ആവശ്യമാണ്, എന്നാലും ഇത് ചില അധികമാണ്. 3 ദിവസമായിട്ട് നമുക്ക് വെള്ളം വിടുന്നത്. കനാലിന്റെ ഇരുകരകളിലുമുള്ള ജനങ്ങൾ വളരെ ആശങ്കയോടെയാണ് ഇതിനെ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തട്ടാരത്തട്ട സെന്റ് പീറ്റേഴ്സ് UP സ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്കൂൾ വാർഷികാഘോഷവും നടത്തി. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അതിരൂപത വികാരി ജനറൽ റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ തൊടുപുഴ AEO TV അബ്ദുൽ ഖാദറും പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കൽ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ബിജു നടത്തി. മുൻ ഹെഡ്മാസ്റ്റർ KM തോമസ്, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജേക്കബ് മത്തായി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി KK തോമസ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PJ ജോയി, MS ദിലീപ് കുമാർ, ബിന്ദു ബിനു, എൽസമ്മ സെബാസ്റ്റ്യൻ, MBTA ചെയർപേഴ്സൺ സിജി സൈമൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ എബ്രഹാം ബാരഡയിൽ സ്വാഗതവും PTA പ്രസിഡന്റ് ജോമോൻ മുടക്കോടിയിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ഏറ്റവും അവസാനത്തെ ചില കണക്കുകൾ അനുസരിച്ച് 2020 ആകുമ്പോഴത്തേനും ഇന്ത്യയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 3% ചുരുങ്ങുമെന്നാണ്. 97% കുട്ടികളും ഈ പബ്ലിക് സ്കൂളുകളിലേക്കും സ്വകാര്യ സ്കൂളുകളിലേക്കും മാറും എന്നാണ് ഇന്നലെ ഞാൻ വായിച്ച ഒരു ലേഖനത്തിൽ കണ്ടത്. അപ്പോൾ പൊതുവിദ്യാലയങ്ങൾ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇല്ലാതാകുന്നത് നമ്മുടെ നാട്ടിലെ ഒരു കൂട്ടായ്മയുടെ ഒരു സംസ്കാരമാണ്. അതാണ് ഇവിടെ അച്ഛൻ പറഞ്ഞു വെച്ചത്. നമ്മുടെ നാട്ടിൽ സ്കൂളുകൾ ഉണ്ടായതിൻ്റെ ചരിത്രം നമുക്കറിയാം. അത് മിക്കവാറും സ്കൂളുകൾ പള്ളിയോടനുബന്ധിച്ചിട്ടാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടാകുന്നത്. മറ്റ് സമുദായ സംഘടനകളുടേതായും സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തെ സമുദായ സംഘടനകളോടനുബന്ധിച്ചും പള്ളിയോടനുബന്ധിച്ചും സ്കൂളുകൾ ഉണ്ടായതിൻ്റെ ഒരു കാരണം സമൂഹത്തിൽ ആത്മീയമായ മനുഷ്യൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ അവൻ്റെ ആ ആത്മീയതയെ കൂടുതൽ കൂടുതൽ പ്രോജ്വലിപ്പിക്കുന്നതിനും തീക്ഷ്ണമാക്കുന്നതിനും അവൻ്റെ അറിവിൻ്റെ വാതായനങ്ങളെയാകെ തുറന്നു വെക്കുകയും അറിവിൻ്റെ ചക്രവാളങ്ങളെയാകെ വികസിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ്. അത് നമ്മളുടെ വിശ്വാസ തീഷ്ണത മാത്രമല്ല, മനുഷ്യൻ എന്ന നിലയിൽ സംസ്കാര സമ്പന്നനായി ജീവിക്കുന്നതിന്, അതിനപ്പുറത്ത് മനുഷ്യൻ എന്ന നിലയിലുള്ള അവൻ്റെ പരിമിതികളെയാകെ അതിജീവിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. തൊടുപുഴ മൂലമറ്റം റോഡിൽ സിസിലിയ ഹോട്ടലിന് എതിർവശത്തായി പുഴയരികിൽ പെരുമ്പാമ്പിനെ കണ്ടെത്തി. 10 കിലോയോളം ഭാരം വരുന്ന പാമ്പിനെ പുല്ല് ചെത്താൻ ഇറങ്ങിയവരാണ് കണ്ടത്. തുടർന്ന് ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുകയും അവർ പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. ബീറ്റ് ഓഫീസർ ഷിബുവിന്റെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത്. ഇതിനെ വേളൂർ വനത്തിൽ തുറന്നുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതല്ലേ അതെ
ചരമവാർത്തകൾ. കരിമണ്ണൂർ വരിക്കശ്ശേരിയിൽ പരേതനായ വക്കച്ചന്റെ ഭാര്യ അന്നക്കുട്ടി നിര്യാതയായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2-ന് കരിമണ്ണൂർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ. കരിമണ്ണൂർ പാറയത്താഴത്ത് കുടുംബാംഗമാണ്. മക്കൾ ഫ്രാൻസിസ് ഉടുമ്പന്നൂർ, സിസ്റ്റർ സിൽവസ്റ്റർ CMC വാഴക്കുളം, അഗസ്റ്റിൻ റിട്ടയർഡ് ദീപിക, ആലീസ്, മാർത്താമ, മാത്യു, ജോർജ്, ജെസി, പരേതരായ ഫാദർ ജോസ്, പോൾ, സിസ്റ്റർ പുഷ്പ CMC, ആനി, മരുമക്കൾ ക്ലാരമ്മ കളപ്പുരക്കുന്നൽ പടിഞ്ഞാറേക്കോടിക്കുളം, പുഷ്പമ്മ കാട്ടാമ്പള്ളിയിൽ ചമ്പക്കുളം, സെലിൻ വെള്ളോക്കുളം തുരുത്തി ചങ്ങനാശ്ശേരി, വക്കച്ചൻ കൊച്ചുതറ തകഴി, അനിയങ്കുഞ്ഞ് സ്രാമ്പിക്കൽ മിത്രകരി, ജോളി കുളമാക്കൽ മേരിലാൻഡ്, റാണി മൂന്നാനപ്പള്ളിയിൽ തിടനാട്, ബോസ് പൂവത്തിനാൽ ഭരണങ്ങാനം. തൊടുപുഴയിലെ ആദ്യകാല വ്യാപാരി പുളിമൂട്ടിൽ ഔസേഫ് സ്റ്റീഫൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് ചുങ്കം സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ. പുളിമൂട്ടിൽ ഓയിൽ മിൽസ്, അബ്കാരി കോൺട്രാക്ടർ, ശബരിമലയിലെ നാളികേര കോൺട്രാക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ മേരിയമ്മ, കുറുപ്പന്തറ മാക്കയിൽ കുടുംബാംഗം. മക്കൾ ആൻസി, ജോസി, തോമസ് പുളിമൂട്ടിൽ മെഡിക്കൽസ്, ജെയിംസ് പുളിമൂട്ടിൽ ഇൻവെസ്റ്റ്മെന്റ്, അനിത USA, ഡോക്ടർ ജോൺ, അജിത USA, അവറാച്ചൻ പുളിമൂട്ടിൽ ഫൈനാൻസിയേഴ്സ്. മരുമക്കൾ MC മാത്യു വെള്ളാപ്പള്ളിയിൽ പേരൂർ റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇറിഗേഷൻ, നിമ്മി പച്ചിക്കര തൊടുപുഴ, മീര തണ്ണിഗിരി തെള്ളകം, സിന്ധു തച്ചാറ കുമരകം, ഷാജു തെക്കനാട്ട് അയർക്കുന്നം USA, മഞ്ജു മണ്ണൂർ തൊടുപുഴ, ഷിബു മാക്കിയിൽ കോട്ടയം USA, വീണ മാക്കിയിൽ കോട്ടയം. മുളകുവള്ളി പരേതനായ പുത്തമ്പുരയിൽ ജോർജിന്റെ ഭാര്യ അച്ചാമ്മ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 12:30-ന് മുളകുവള്ളി സെന്റ് ജോസഫ് ചർച്ചിൽ. മക്കൾ സെൽവി, മോൺസി, പ്രിറ്റി, സിബി, അൽഫോൺസ, റോസമ്മ, ജോമോൻ. മരുമക്കൾ അലക്സ് കുൽക്കുന്നേൽ, പോൾസൺ ചക്കാരയ്ക്കൽ, ബേബി പെരുമാങ്കുന്നേൽ, ജോസ് എള്ളിൽ, ചിൻസൺ തയ്യിൽ, ലിൻഡ മഞ്ചിരിക്കൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയംചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2790 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 158 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 148 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ഇനി വീട്ടമ്മമാർക്ക് വേണ്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി മഹോത്സവം ആരംഭിച്ചു. വെള്ളിയാഴ്ച പിതൃതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മലങ്കര ഡാമിൽ നിന്നും കനാൽ വഴി അധിക ജലം തുറന്നുവിട്ടത് സമീപവാസികളിൽ പരിഭ്രാന്തി പരത്തി. ഈ കഴിഞ്ഞ ദിവസമാണ് കനാൽ വഴി സാധാരണയിലും കവിഞ്ഞ് ജലം ഒഴുക്കിവിട്ടത്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന് സമീപമുള്ള ഡിവൈഡർ അപകട ഭീഷണി ഉയർത്തുന്നു. ഡിവൈഡറിൽ സൂചനാ മുന്നറിയിപ്പില്ലാത്തതിനെ തുടർന്ന് രാത്രിയിൽ കാർ യാത്രക്കാർ അപകടത്തിൽപ്പെട്ടു. കുടിവെള്ള പദ്ധതിക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വൈദ്യുതി ബോർഡ് അനാസ്ഥ കാണിച്ചു. പഞ്ചായത്ത് മെമ്പർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വാഴത്തോപ്പ് പഞ്ചായത്ത് 7-ാം വാർഡ് മെമ്പർ ഷിജോ തടത്തിലാണ് പ്രതിഷേധിച്ചത്. തട്ടാരത്തട്ട സെന്റ് പീറ്റേഴ്സ് UP സ്കൂളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്കൂൾ വാർഷികാഘോഷവും നടത്തി. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.